നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയിൽ നിന്നും 16-ാം കേരള നിയമസഭയിലേക്കുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ഇന്ധനവില വർധനവിനെതിരെ CPI കൈപ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വായനാക്കളരിയുടെ ഭാഗമായി എടത്തുരുത്തി പഞ്ചായത്ത് തല സമിതി ബാലസംഗമം നടന്നു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയവർക്ക് അനുമോദനവുമായി താനിമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിൽ നിന്നും 16-ാം കേരള നിയമസഭയിലേക്കുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ജില്ലയിൽ നിന്നും തൃശൂർ രാജൻ പല്ലൻ, ഒല്ലൂർ K രാജൻ, നാട്ടിക ഗീതാഗോപി, കൈപ്പമംഗലത്ത് KK വത്സരാജ്, കൊടുങ്ങല്ലൂരിൽ OJ ജിനീഷ്, ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ്, പുതുക്കാടിൽ KK രാമചന്ദ്രൻ, ചേലക്കരയിൽ UR പ്രദീപ്, ഇരിഞ്ഞാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ, കുന്നംകുളത്ത് AC മൊയ്തീൻ, മണലൂരിൽ C രവീന്ദ്രനാഥൻ, ഗുരുവായൂരിൽ NK അക്ബർ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് അവസാനം സത്യപ്രതിജ്ഞ ചെയ്തത്. ശ്രീമതി ഗീതാഗോപി എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഇന്ധനവില വർധനവിനെതിരെ CPI കൈപ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി ER ജോഷി അധ്യക്ഷത വഹിച്ചു. MD സുരേഷ്, PK റഹീം, അലി അസ്കർ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് CA ധർമ്മദാസ്, KR പ്രസാദ്, ES സതീശൻ, നജീറ നൂറുദ്ദീൻ, ദിവ്യ അനീഷ്, നൌഷാദ് കില്ലാടി, KV പ്രദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വായനാക്കളരിയുടെ ഭാഗമായി എടത്തുരുത്തി പഞ്ചായത്ത് തല സമിതി ബാലസംഗമം നടത്തി. എടത്തുരുത്തി KC കാളിക്കുട്ടി സ്മാരക സംസ്കാര നിലയത്തിൽ സംഘടിപ്പിച്ച ബാലസംഗമം എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ബാലവേദി കോർഡിനേറ്റർ രാജൻ നെല്ലായി മുഖ്യാതിഥിയായിരുന്നു. AK മൊയ്തീൻ ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK അജിതകുമാരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, പഞ്ചായത്ത് അംഗങ്ങളായ ഉമറുൽ ഫാറൂഖ്, സാജിദ അഷ്റഫ്, സുധീഷ് ബാബു മഞ്ചാക്കൽ, ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TN അജയകുമാർ, KA കൊച്ചുമോൻ, എടത്തുരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുസ്തഫ കമാൽ, ലൈബ്രറി നേതൃസമിതി കൺവീനർ PA ഷമീർ, ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയൻ MS സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നേതൃത്വ സമിതിയുടെ കീഴിലാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ചെറിയ ക്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അധികം നേരം സംസാരിച്ച് സമയം കളയുന്നില്ല. കുട്ടികളിൽ വായനശീലം വർദ്ധിക്കേണ്ട കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വായനശാലകളുമായി കൂടുതൽ അടുപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് കുട്ടികളുമായിട്ട് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയവർക്ക് അനുമോദനവുമായി താനിമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. കോൺഗ്രസ് താനും മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ A+ നേടിയ നന്ദിത PS, ഗായത്രി KE, വൈശാഖി KS, വൈദേഹി PR എന്നിവരെ വസതിയിലെത്തി അനുമോദിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയും ഷാൾ അണിയിച്ചു മധുരം നൽകിയും അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. VK സുശീലൻ, KN വേണുഗോപാലൻ, ഗോപാലകൃഷ്ണൻ, വേണുഗോപാൽ,
രാമൻ നമ്പൂതിരി, പ്രമോദ് കണിമംഗലത്ത്, നിസാർ കുമ്മങ്കണ്ടത്ത് എന്നിവർ പ്രസംഗിച്ചു. സെറാഫിക് കോൺവെന്റ് സ്കൂൾ, കാർമൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളായിരുന്നു അനുമോദിച്ചത്. തൃപ്രയാറിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. കുളങ്ങാട്ടുകര സ്വദേശി കുന്നത്തുകുളപ്പിൽ 54 വയസ്സുള്ള സുധിയാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ഇയാളെ തൃപ്രയാർ ആക്ട്സ് പ്രവർത്തകർ തൃശൂർ ജില്ലാ ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂരിൽ സമ്മാനാർഹമായ വ്യാജ ലോട്ടറി ഉപയോഗിച്ച് തട്ടിപ്പിന് ശ്രമം നടത്തിയ 3 പേർ പിടിയിൽ. പാലക്കാട് സ്വദേശികളായ കോട്ടായി മരുത റോഡ് വൈഷ്ണവം വീട്ടിൽ വിഷ്ണുദാസ്, മരുത റോഡ് മണലി ദേശത്തെ വിഘ്നേഷ്, പട്ടാണിത്തെരുവ് സ്വദേശിയായ കേരകത്ത് വീട്ടിൽ മുഹമ്മദ് ഫാസിൽ എന്നിവരെയാണ് വിയ്യൂർ പോലീസ് അന്വേഷണ സംഘം പാലക്കാട് നിന്നും പിടികൂടിയത്. മെയ് 19-നാണ് കേസിനാസ്പദമായ സംഭവം. തിരൂരിൽ അക്ഷര ലോട്ടറി ഏജൻസി നടത്തിവരുന്ന പാടൂക്കാട് സ്വദേശിയുടെ ഷോപ്പിൽ കാറിലെത്തിയ പ്രതികളിൽ ഒരാളായ വിഷ്ണുദാസ് 5000 രൂപ സമ്മാനം ലഭിച്ച ലോട്ടറിയുടെ വ്യാജ പതിപ്പ് നിർമ്മിച്ചു നൽകി പണം തട്ടിയെടുക്കുകയായിരുന്നു. ലോട്ടറിയിൽ സംശയം തോന്നിയ ഷോപ്പ് ഉടമ കാർ തടഞ്ഞു നിർത്തി വിയ്യൂർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. വിയ്യൂർ പോലീസ് ഉടൻ സ്ഥലത്തെത്തി പ്രതികളെ സ്റ്റേഷനിലെത്തിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അന്വേഷണത്തിൽ വിഷ്ണുദാസും മറ്റു പ്രതികളും കൂടി പാലക്കാടുള്ള മുഹമ്മദ് ഫാസിലിന്റെ വീട്ടിൽ വെച്ചാണ് സമ്മാനാർഹമായ ലോട്ടറിയുടെ വ്യാജപ്പതിപ്പ് നിർമ്മിച്ചതെന്നും കൂടാതെ 1 കോടി സമ്മാന തുകയുള്ള സമൃദ്ധി ലോട്ടറിയുടെ 12 വ്യാജപ്പതിപ്പുകൾ നിർമ്മിച്ച് വിവിധ കടകളിൽ നിന്നും പണം വാങ്ങിയെന്നും വ്യക്തമായി. തുടർന്നുള്ള അതിവിദഗ്ധമായ അന്വേഷണത്തിൽ വിയ്യൂർ പോലീസ് അന്വേഷണ സംഘം മറ്റു പ്രതികളെയും പിടികൂടുകയായിരുന്നു. അന്വേഷണത്തിൽ നിരവധി പ്രിന്റ് ചെയ്ത വ്യാജ ലോട്ടറികളും പ്രിന്ററും പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും വിയ്യൂർ SHO അറിയിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ് IPSന്റെ നിർദ്ദേശത്തിലും വിയ്യൂർ SHO ശ്രീമതി നിമിഷി ത്രിപാഠി IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ സന്തോഷ്, ശ്രീജിൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ AV സജീഷ്, MK സുനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഭദ്രൻ, സുഭാഷ്, മേനക് എന്നിവരാണ് ഉണ്ടായിരുന്നത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35-ാം രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 35-ാമത് രക്തസാക്ഷിത്വ ദിനാചരണം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടത്തി. പുഷ്പാർച്ചനയോടെ ആരംഭിച്ച ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. രാമൻ നമ്പൂതിരി, ഹബീബുള്ള, KN വേണുഗോപാൽ, പോൾ പുലിക്കോട്ടിൽ, നിസാർ കുമ്മങ്കണ്ടത്ത്, അശോക് കോമാത്തുകാട്ടിൽ, ഷിഹാബ് താന്യം, ലൂയിസ് താണിക്കൽ, രേണുക റിജു എന്നിവർ പ്രസംഗിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിന് കീഴിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും ഘടക സ്ഥാപനങ്ങൾക്കും വാട്ടർ പ്യൂരിഫയർ വിതരണം ചെയ്തു. പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KP കണ്ണന്റെ അധ്യക്ഷതയിൽ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷീജ ജോയ് സ്വാഗതവും പറഞ്ഞ യോഗത്തിൽ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുധാ ദിലീപ്, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമാ രാമൻ, പഞ്ചായത്ത് അംഗങ്ങളായ ലതിക ഉല്ലാസ്, പ്രിയ അനി, സംഗീത സുരേഷ് എന്നിവർ സംസാരിച്ചു. വിവിധ സ്കൂളുകളിലെ ടീച്ചർമാർ, ഘടക സ്ഥാപന പ്രതിനിധികൾ എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35-ാം ചരമ വാർഷിക അനുസ്മരണവും പുഷ്പാർച്ചനയും പടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടതിരിഞ്ഞി പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നടത്തി. പടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് AA സിദ്ധാർത്ഥന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗം KPCC മുൻ മെമ്പർ IK ശിവാജ്ഞാനം ഉദ്ഘാടനം നിർവഹിച്ചു. കാട്ടൂർ ബ്ലോക്ക് സെക്രട്ടറി KK ഷൗക്കത്തലി അനുസ്മരണ പ്രസംഗം നടത്തി. മണ്ഡലം സെക്രട്ടറി KR ഔസഫ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ON ഹരിദാസ്, മണ്ഡലം സെക്രട്ടറി മജീദ് നെടുമ്പുരക്കൽ, വാർഡ് മെമ്പർ ഹാജിറ റഷീദ്, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AU വേണുഗോപാൽ, ജിജു പൈലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായി കിടപ്പാടം നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ കഴിഞ്ഞ ചേർപ്പ് പടിഞ്ഞാറ്റുമുറി നിവാസികൾക്ക് ഇത് ആഹ്ലാദ നിമിഷം. പദ്ധതി റദ്ദാക്കിയ UDF സർക്കാർ തീരുമാനമാണ് ജനങ്ങൾക്ക് ആശ്വാസമായത്. ജനങ്ങളുടെ ശക്തമായ എതിർപ്പിനെ മറികടന്ന് കഴിഞ്ഞ LDF സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച അതിവേഗ റെയിൽവേ പദ്ധതിയാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാരിന്റെ 2ാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ റദ്ദാക്കിയത്. ഇത് പദ്ധതി പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. ജില്ലയിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ആദ്യമായി സമരം ആരംഭിച്ചത് ചേർപ്പ് പടിഞ്ഞാറ്റുമുറിയിലെ കേരയിൽ വിരുദ്ധ ജനകീയ സമിതിയാണ്. കേരയിൽ വിരുദ്ധ സമിതി ചെയർമാൻ ശിവദാസൻ മടത്തിപ്പറമ്പിലിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. സമരത്തിൽ പങ്കെടുത്ത 94 വയസ്സുള്ള പാറുക്കുട്ടിയമ്മ മുതൽ 6 വയസ്സുകാരിയായ മാനസി വരെയുള്ള പ്രദേശവാസികൾ പദ്ധതി റദ്ദാക്കിയ സർക്കാർ തീരുമാനത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രദേശത്ത് ഒത്തുകൂടി മധുരം വിതരണം ചെയ്തു.
മതപ്പാടിയിലായ കാട്ടാന മഞ്ഞക്കൊമ്പൻ മലക്കപ്പാറ റോഡിലെ വാച്ചുമരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. 2 ദിവസമായി ഇവിടെ കണ്ടുവരുന്ന ആന വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. ബുധനാഴ്ച രാവിലെ 2 ബസ്സുകളുടെ മുമ്പിൽ മഞ്ഞക്കൊമ്പൻ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് വഴിമാറി നിൽക്കുകയും ചെയ്തു. മതപ്പാടിയിലായിരുന്ന ആനയെ കഴിഞ്ഞ 2 മാസത്തോളം ചൊക്കനക്കാട്ടിലാണ് കണ്ടിരുന്നത്. മതിലിൽ ഇടിച്ചതിനെ തുടർന്ന് തുമ്പിക്കൈക്കുണ്ടായ പരിക്ക് ഇനിയും ഉണങ്ങിയിട്ടില്ല. പാലിയേക്കര പുലിക്കാട്ടുകരയിൽ വർക്ക്ഷോപ്പിൽ മോഷണം. കാറുകളിൽ ഉപയോഗിക്കുന്ന 5 ബാറ്ററി, ആഡംബര വാഹനങ്ങൾ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാബ്ലറ്റ്, 3 മൊബൈൽ ഫോൺ, 2000 രൂപ എന്നിവയാണ് നഷ്ടപ്പെട്ടത്. 1.5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി സ്ഥാപന ഉടമ KC അനീഷ് പറഞ്ഞു. സ്ഥാപനത്തിലെ CCTV ക്യാമറ പുറത്തേക്ക് തിരിച്ചു വെച്ച് ഓഫീസിനുള്ളിലെ DVR ഓഫ് ചെയ്ത ശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നിട്ടുള്ളത്. രാത്രി 11 വരെ ഇവിടെ ജോലിക്കാരുണ്ടായിരുന്നു. ജോലിക്കാർ പോയതിനു പിന്നാലെയാണ് മോഷ്ടാക്കൾ അകത്തു കടന്നിരിക്കുന്നത്. പുതുക്കാട് പോലീസിൽ ഉടമ പരാതി നൽകി. കടയുടെ ബോർഡ് തകർന്നു വീണ് കാറിന് തകരാർ സംഭവിച്ചതിനെ ചോദ്യം ചെയ്ത് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂലമായ വിധി. ഇരിങ്ങാലക്കുട സ്വദേശി വടക്കം വീട്ടിൽ ജോയ് ഫയൽ ചെയ്ത ഹർജിയിലാണ് ഇരിങ്ങാലക്കുട മൂലൻസ് ഫാമിലി മാർട്ടുടമ സാജുവിനെതിരെ വിധിയായത്. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. നെടുപുഴയിൽ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അവണിശ്ശേരി സ്വദേശി പ്രദീപിനെയാണ് തൃശൂർ ജില്ലാ 2ാം അഡീഷണൽ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 2021 സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതിയുടെ ഭാര്യ പിണങ്ങിപ്പോയതിനു കാരണം അച്ഛനും അമ്മയുമാണെന്ന സംശയത്തിൽ അച്ഛൻ രാമകൃഷ്ണനെയും അമ്മ തങ്കമണിയെയും മദ്യലഹരിയിലായ മകൻ ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KN സുനിൽമോൾ, പ്രോസിക്യൂഷൻ സഹായി MD സംഗീത് എന്നിവർ കോടതിയിൽ ഹാജരായി. തൃശൂർ ചെട്ടിയങ്ങാടി കളമശ്ശേരി ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന് മുന്നിലെ ഭണ്ഡാരം കുത്തിപ്പൊളിക്കാനും ശ്രമം നടന്നു. ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. കൂട്ടു തകർക്കാൻ ഉപയോഗിച്ച മൺവെട്ടിയും കമ്പിപ്പാരയും സ്ഥലത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിനിൽ നിന്ന് വീണ യുവാവിന് പരിക്കേറ്റു. ഒളരി സ്വദേശി പ്രഭുവിനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി സ്വകാര്യ ലോഡ്ജിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി കൊടക്കാട് വീട്ടിൽ 57 വയസ്സുള്ള K മോഹനകുമാറാണ് മരിച്ചത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് എതിർവശത്തുള്ള സ്വകാര്യ ലോഡ്ജിൽ കഴിഞ്ഞ 8 മാസമായി ഇയാൾ താമസിച്ചു വരികയായിരുന്നു. ലോഡ്ജിലെ ജീവനക്കാർ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കല്ലൂർ മുട്ടിത്തടിയിൽ ടാറിടുന്നതിനുള്ള മിക്സിംഗ് ഓയിൽ സാമൂഹ്യ വിരുദ്ധർ റോഡിലേക്ക് മറിച്ചിട്ടത് അപകടങ്ങൾക്ക് ഇടയാക്കി. ഇതിലെ വന്ന സ്കൂട്ടർ തെന്നി മറിഞ്ഞ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. പ്ലാവിൻകുന്ന് യൂണിയൻ സ്റ്റോപ്പിന് സമീപം കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. റോഡരികിലിരുന്ന ഓയിൽ നിറച്ച വീപ്പ ആരോ റോഡരികിലേക്ക് മറിച്ചിടുകയായിരുന്നു. അപകടം നടന്നയുടനെ എത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേന എത്തി റോഡ് വൃത്തിയാക്കി. ഏറെ പാടുപെട്ട് റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കി. സാമൂഹ്യ വിരുദ്ധരാണ് സംഭവത്തിന് പിന്നിലെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലയിൽ നിന്നും 16ാം കേരള നിയമസഭയിലേക്കുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ഇന്ധനവില വർധനവിനെതിരെ CPI കൈപ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വായനാക്കളരിയുടെ ഭാഗമായി എടത്തുരുത്തി പഞ്ചായത്ത് തല സമിതി ബാലസംഗമം നടന്നു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയവർക്ക് അനുമോദനവുമായി കാഞ്ഞങ്ങാട് കോൺഗ്രസ് കമ്മിറ്റി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.